സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് നമ്മളെ താനൂര് തൂവൽ തീരമെന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കണ ഒട്ടുംപുറ ടൂറിസം. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ആളുകൾ ദിനേന വരുന്നുണ്ട്. പണ്ടൊക്കെ ശനി ഞായറൊക്കെ ആയിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ദിവസവും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു മറ്റേ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇവിടേക്ക് വരുന്ന റോഡ് വെളിച്ചക്കുറവുകൾ കാര്യം ഇതിപ്പോൾ ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ടുള്ള ലൈറ്റും കാര്യങ്ങളാണ്. അതിന് എത്ര പോലെ ലൈറ്റുകൾ കാര്യങ്ങളില്ലാത്തൊരവസ്ഥ. അതുപോലെ ഓരോരോ അന്ന് തൂവൽത്തീര ഉദ്ഘാടന സമയത്ത് കെട്ടിണ്ടാക്കിയ ഓരോരോ ബിൽഡിങ്ങുകളുണ്ട്, അതിന് മേൽക്കൂര പോലും ഇല്ല. ഇതാണ് അവസ്ഥ. പല തീരങ്ങളും അടിപൊളിയാക്കി ഉഷാറാക്കി വരുമ്പോൾ ഇത് നശിച്ചുകൊണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇത് ഒരു കാറ്റ് എത്രയോ വർഷം മുന്നേ പോയിക്കണ്, 2-3 വർഷം മുന്നേ തന്നെ ഇതിന്റെ മേൽക്കൂരൊക്കെ പോയിക്കണ്. ഇല്ല, സാധനമില്ല. ഇതാണ് അവസ്ഥ. ഇത് മാത്രമല്ല, ഇവിടെ വേറെയുണ്ട്. വേറെ അപ്പുറത്തൊന്നുണ്ട്, അതിന്റെ അപ്പുറത്തൊന്നുണ്ട്. ചിലര് അതിന്റെ അവിടെ കച്ചവടം നടത്തുന്നവർ തന്നെ കെട്ടിണ്ടാക്കിയിരിക്കണ്. അതായത് ഈ ഭാഗത്തേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കണില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഈ താനൂര് പ്രദേശത്തിന്റെ ഏറ്റവും മനോഹരമായ സുന്ദരമായൊരു തീരമാണ്. കാരണം അത്രയും ആളുകൾ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ വരെ ഞാൻ അവിടെ പോയിട്ടുണ്ട്, അപ്പോഴും ഇത്ര പോലെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയാം. കണ്ടില്ല നിങ്ങൾ? ഓരോരോ ബിൽഡിങ്ങും തലയില്ല പാലില്ലാത്ത കോലാണ്. വർഷങ്ങളായിട്ട് അത് പൊളിഞ്ഞെടുക്കുക. പിന്നെ ഇവിടുത്തെ റോഡ്, ഇവിടെ കല്ലൊക്കെ പതിച്ചത്. ഇത് കാണും, ഈ ഇരടി ഞാൻ പ്രത്യേകമായി കാണിക്കാം. അത് നോക്കിയാണ്, ഈ ഭാഗത്ത് വെളിച്ചില്ല. ഇതിപ്പോൾ സമയം 7-7:30 സമയമാണ് രാത്രി. നോക്കിയാണ്, വെളിച്ചില്ല. ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ കാണിക്കുന്ന തൂണുണ്ട്, ഇരടത്ത് കാണില്ല. അതും മേൽക്കൂരൊന്നും ഇല്ല. ആളുകൾ ഇരിക്കാൻ പറ്റിയ സംഭവം അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് നോട്ടല്ല. ഇത് കണ്ടില്ലേ? ഈ ഭാഗത്തേക്ക് വെളിച്ചമില്ല. ഞാൻ ഈ രാത്രി വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ അതാണ്, ഈ ഭാഗത്ത് വെളിച്ചമില്ല എന്നുള്ളത്. കാരണം അത്രയും ആളുകൾ നടന്നു പോകുന്ന ഒരു ഏരിയയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ രാത്രിയിലെ. കണ്ടില്ലേ? എല്ലാവരും ഇവിടെ 8 മണി 9 മണിയൊക്കെ ആവും വീട്ടിൽ പോവാൻ. ഇനിയിപ്പോൾ നോമ്പുകാലൊക്കെയാണ്. നോമ്പുകാലൊക്കെ വരുമ്പോൾ ഇവിടെ നോമ്പ് തുറക്കാനെന്ന് പറഞ്ഞാൽ തീരദേശത്ത് വന്ന ആളുകളൊക്കെ കൂടും. നോക്കിയാണ് ഞാൻ കുറച്ച് കാണും. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് കേട്ടോ. ഇവിടുത്തെ കല്ലുകൾ കണ്ടോളിങ്ങൾ. അതായത് ഇവിടെ പതിപ്പിച്ചിരുന്നത്, അതായത് ഉദ്ഘാടന സമയത്ത് ഇവിടെ കല്ലൊക്കെ സെറ്റാക്കിയിരുന്നു. എത്രയോ വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുക. അതിന്റെ കോലം നോക്കിയാൽ നിങ്ങൾ. താനൂരിലെ ഏറ്റവും നല്ലൊരു തീരദേശ ടൂറിസം മേഖലയാണത്. അത് മനസ്സിലാക്കണം. അത്രയും ആളുകൾ വരുന്ന ഒരു ഏരിയയാണ് താനൂരിന്റെ അഭിമാനമായിട്ടുള്ള ഏരിയ. ഇവിടെ ഒരു അപകടം കഴിഞ്ഞെന്നുള്ളതൊക്കെ സത്യമാണ്. 10-23 ആളുകളൊക്കെ മരിച്ച്. അതിനുശേഷം ഇവിടെ ഒന്ന് വൃത്തിയൊക്കെ നന്നാക്കാൻ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇതുവരെ ഒരാളും തിരിഞ്ഞു നോക്കില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഗവൺമെന്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ തൂവൽത്തീരം എന്നുള്ളതൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരാളും ഞാൻ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയണില്ല, എല്ലാവരും കണക്കാണ്. കണ്ടില്ലേ? ഇതാണ് കോലം. ഫുള്ള് ഈ ഭാഗം നോക്കി ഒന്ന് പെയിന്റ് അടിക്കാൻ പോലും ആരുമില്ല. എത്ര വർഷമായിട്ട് അങ്ങനെ കിടക്കുക എന്നറിയാം. അതങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ കൂടുതൽ വരാനും ഇവിടെ ഒന്ന് ഡെവലപ്പ് ആവാനും എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡി. കാരണം ഇപ്പോൾ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഫിഷിന്റെ ഫെസ്റ്റ്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുവഴി സർക്കാരിലേക്ക് വരുമാനമൊക്കെ കിട്ടും. എന്നിട്ട് പോലും നമുക്ക് ഇതൊന്നും കൂടി ഡെവലപ്പ് ആക്കിയെടുത്താൽ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും സർക്കാരിന്. അതൊരു വരുമാന മാർഗം, മുനിസിപ്പാലിറ്റിക്കും ഒരു വരുമാന മാർഗമാവും. അതൊന്നും കാണാതെ ഇത് കണ്ടില്ല, ആളുകൾ എത്ര ആളുകളാണ് വരുന്നതെന്ന് അറിയാം. കണ്ടോക്കിയാണ് നിങ്ങൾ? രാത്രി സമയത്തും ആളുകളൊക്കെയാണ് കണ്ട്. ഇങ്ങനത്തെ ഒരു ബീച്ച് കണ്ടിടണം. അന്നാരെ അപകടം പറ്റി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒന്നും ഈ ബീച്ചിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അടിപൊളി ബീച്ചാണ്. ഞങ്ങളെ നാടിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ളൊരു ബീച്ചാണ്. എപ്പോഴും നമുക്ക് കാറ്റുകൊള്ളാൻ പോയിരിക്കാനും എന്തെങ്കിലുമൊക്കെ കഴിച്ച് രസമായിട്ടിരിക്കാനും പറ്റിയൊരു ബീച്ച്. ഞാൻ അതിൻ്റെ അടുത്താട്ടോ എൻ്റെ താമസം, അതുകൊണ്ട് പറയുന്നതാണ്. എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഒരുപാട് ആളുകൾ ഈ ബീച്ച് ആസ്വദിക്കും. മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, ഇത് കണ്ടില്ല ഇവിടുത്തെ കച്ചവടക്കാരെ കണ്ടോക്കി നിങ്ങൾ? നമ്മളെ കോഴിക്കോട് പോലെ ആവും. ഒന്നും കൂടി വികസനം കൊടുത്താൽ മതി. ഒന്നും കൂടി വികസനം, കടകളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ചാലിയം ബീച്ചൊക്കെ കാണിച്ചാൽ, ചാലിയം ഒന്നുമില്ലാത്ത ഭാഗത്തൊക്കെയാണ് ചാലിയം ബീച്ച് അവിടെ കൊണ്ട്. ആ വികസനം ഒന്ന് ഈ ഭാഗത്തൊന്ന് കൊടുത്തു നോക്കിയാണ് നിങ്ങൾ. അതുപോലെ ഒരു വികസനം നമ്മളെ താനൂര് ഭാഗത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂലേ എന്നാണ് സർക്കാരിനോട് നമ്മൾ ചോദിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ് താനൂർ തൂവൽ തീരം. അപ്പോൾ ഒന്ന് നന്നാക്കി എടുക്കുക കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ബീച്ചുകൾ കൂട്ടായി ഉണ്ണിയാൽ ബീച്ചുകളൊക്കെ നന്നാക്കി എടുത്ത് വരുന്നുണ്ട്. പക്ഷേ താനൂർ തൂവൽ തീരം ഭാഗത്തേക്ക് ഒരാളും എത്തി നോക്കണില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളിത് കാണുകയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു സംഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ദുരിതം.
കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു 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 സുഖം ഒരു ഇതുമില്ല. ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കോലം കണ്ടില്ല നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒക്കെ തവിട് പൊടിയാക്കിയിട്ട് ഒക്കെ നന്നാക്കിയിരുന്നു. ഉദ്ഘാടന സമയത്തൊക്കെ കല്ലൊക്കെ പതിച്ച് നന്നാക്കിയിട്ടിരുന്നു. ഇപ്പം ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. ഇതാണ് അവസ്ഥകൾ. അപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റ് വരേണ്ട കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ വരണം. കാരണം അങ്ങനത്തെ ഒരു മേഖലയാണ്. കാരണം അത്രയും ആളുകൾ വരും. കാരണം ഇവിടെ സീനറി കാണാൻ ഒരുപാടുണ്ട്. പാലം വന്നതോടുകൂടെ അതുപോലെ യാത്രകളൊക്കെ സൗകര്യങ്ങളായി. എന്നാൽ ഈ ഭാഗം കൂടി ഒന്ന് നന്നാക്കാനുള്ള മനസ്ഥിതി നമ്മുടെ സർക്കാരിന് ഉണ്ടായേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് നോക്കുകയാണ്. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും കഴിഞ്ഞല്ല, വർഷങ്ങളായിട്ട് ഒരാളും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് മാത്രമായിട്ടാണ് കേട്ടോ വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫെസ്റ്റ് വരുന്നത് കൊണ്ട്, ഫെസ്റ്റ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഫുഡ് ഫെസ്റ്റ് മുതലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഇതൊന്നും നന്നാക്കി എടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. എന്തായാലും സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും മുൻനിർത്തി എങ്ങനെയെങ്കിലും ഈ ഒരു ബീച്ചിനെ ഒരു അടിപൊളി ബീച്ചാക്കി മാറ്റാൻ സർക്കാരിനെ കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഉണ്ടാക്കിയതൊക്കെ നശിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പറയാം കേട്ടോ. കാരണം അത്രയും ആളുകൾ വരുന്നുണ്ട്. നല്ലൊരു ബിസിനസ് മേഖലയാക്കി മാറ്റാൻ പറ്റും. ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഒരുപാട് കച്ചവടക്കാർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇവിടെ കോഴിക്കോട് പോകേണ്ട ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഒരുപാട് കോഴിക്കോട് ബീച്ചിലൊക്കെ തെക്കും തിരക്കാണ്. അപ്പോൾ ഇവിടെ നല്ല സുഖമാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, എന്തായാലും സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം കണ്ടിട്ട് ഇതൊന്ന് സെറ്റാക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ആരെയും കുറ്റമായിട്ട് പറയണതല്ല, കാരണം വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കനൊക്കെ ചെയ്ത് ഉഷാറാക്കട്ടോ.